പാസഞ്ചർ ആൻഡ് ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടേഷന് ലോകത്തെ പുതിയ തരംഗമാണ് ഹൈപ്പർ ലൂപ്പുകൾ. പ്രഷർ കുറച്ച ലൂപ്പിലൂടെ അതിവേഗതയിൽ പോകാൻ കഴിയുന്ന ക്യാപ്സ്യൂളുകളാണ് ഹൈപ്പർ ലൂപ്പ്. കൺവെൻഷണൽ ട്രാൻസ്പോർട്ടേഷനെ വേഗത കൊണ്ടും ടെക്നോളജി കൊണ്ടും അത് മാറ്റിമറിക്കുകയാണ്. അതിശയകരമായ ഈ ടെക്നോളജി ഇന്നവേഷനിൽ നമ്മുടെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അമേരിക്കയിലെത്തുകയാണ് മലയാളികൾ ഉൾപ്പെടുന്ന സംഘം. പുതിയ സാധ്യതകൾ ഉൾപ്പെടുത്തി പുതിയ ഹൊറിസോണുകൾ കണ്ടെത്തുകയാണ് നമ്മുടെ പുതുതലമുറ. സോ SpaceX ഓഗസ്റ്റ് 2016 ഒരു കോമ്പറ്റീഷൻ അനൗൺസ് ചെയ്തു. അതായത് ലോകം മൊത്തമുള്ള എഞ്ചിനീയറിംഗ് ടീംസിനടുത്ത് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റീസിൻ്റെ അടുത്ത് ഹൈപ്പർ ലൂപ്പ് പോഡ് ഡിസൈൻ ചെയ്യാനായിട്ടൊരു ചാലഞ്ച് SpaceX അനൗൺസ് ചെയ്തു. അങ്ങനെ 1200 എഞ്ചിനീയറിംഗ് ടീംസ് വേൾഡിൻ്റെ പല ഭാഗത്തു നിന്ന് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും പല റൗണ്ട്സ് ഓഫ് ഡിസൈനും അതേപോലെ തന്നെ പല റൗണ്ട്സ് ഓഫ് സ്ക്രൂട്ടിനി കഴിഞ്ഞിട്ട് 24 ടീംസിനെ ഫൈനൽ റൗണ്ടിലേക്ക് ഈ പോഡ് സ്കെയിൽ ഡൗൺ പ്രോട്ടോടൈപ്പ് ഓഫ് ദ പോഡ് ബിൽഡ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തു. അതിനകത്ത് ഏഷ്യയിൽ നിന്ന് 2 ടീമാണുള്ളത്. ഒന്ന് ജപ്പാനിൽ നിന്നും ഒന്ന് ഇന്ത്യയിൽ നിന്നും. ഇന്ത്യയിൽ നിന്നുള്ള ടീമിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. What internet with fiber optics has done is what Hyperloop is trying to do with transportation. Hyperloop India is a team of students from BITS, IMA, ISB, NID, NSIT. And over time, it has gathered a lot of momentum and support. Well, we've had support from various corporates, but then now is the time to reach out to every individual, every Indian, every person who believes in Hyperloop technology and an innovation that can come from our own backyard. അമേരിക്കയിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഹൈപ്പർലൂപ്പ് ഐഡിയകൾ അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ചെറുപ്പക്കാരുടെ ഈ സംഘമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബാംഗ്ലൂരുള്ള വർക്ക് ബെഞ്ച് ലാബിലാണ് ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ ഹൈപ്പർലൂപ്പിന്റെ പ്രോട്ടോടൈപ്പ് തയ്യാറാകുന്നത്.